ജാസ്മിൻ, അഭിഷേക്, അർജുൻ ഇവര് 3 പേരും ഫ്ലോർ ടീമിലായിരുന്നു. ഫ്ലോർ ടീം നമുക്കറിയാം ആ വീട് മുഴുവൻ തൂത്ത് വൃത്തിയാക്കണം, അതാണ് അവരുടെ ഡ്യൂട്ടി. ഈ ഡ്യൂട്ടി ക്യാപ്റ്റനായ നന്ദന കൊടുത്ത അന്ന് മുതൽ ഇന്നലെ വരെ ജാസ്മിൻ ആ ഡ്യൂട്ടി ചെയ്തിട്ടില്ല. ജാസ്മിൻ നന്ദനയോട് പോയി ജാസ്മിന് നടുവേദനയാണ്, അതുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അത് പ്രകാരമാണ് നന്ദന കിച്ചൺ ടീമിലായിരുന്ന ഋഷിയെ ജാസ്മിന്റെ ടീമിലേക്ക് മാറ്റിയത്. നോറ, ശ്രീതു, അൻസിബ, ഋഷി എന്നിവരായിരുന്നു കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്നത്. ജാസ്മിന് വയ്യ, എനിക്ക് 3 ദിവസം റെസ്റ്റ് വേണം എന്നൊക്കെ ജാസ്മിൻ പറഞ്ഞത് പ്രകാരമാണ് നന്ദന ഋഷിയെ ഫ്ലോർ ടീമിലേക്ക് മാറ്റിയത്. 3 ദിവസങ്ങളായിട്ട് വയ്യ എന്ന് പറഞ്ഞ് റെസ്റ്റ് എടുക്കായിരുന്നു ജാസ്മിൻ. ഫ്ലോർ മുഴുവൻ വൃത്തിയാക്കലും ക്ലീൻ ചെയ്യലും ഒക്കെ അർജുനും ഋഷിയും അഭിഷേകും ആയിരുന്നു. എന്നാൽ ഈ 3 ദിവസം നൽകിയ ടാസ്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ ടാസ്കിൽ വീണ് കടന്ന് എന്ത് വേണമെങ്കിലും ചെയ്യുന്ന ജാസ്മിനെയാണ് കാണാൻ സാധിച്ചത്. ആദ്യത്തെ ദിവസം ഇവർക്ക് വേണ്ടി നൽകിയത് കുളിക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അതിൽ ജാസ്മിൻ പങ്കെടുത്തില്ല. രണ്ടാമത്തെ ദിവസം കുറെ അഴുക്കായ പാത്രങ്ങൾ കൊടുത്തിട്ട് ഏറ്റവും ഭംഗിയായി വൃത്തിയാക്കണം എന്നായിരുന്നു ടാസ്ക് കൊടുത്തിരുന്നത്. ആ ടാസ്കിൽ ഓടിയും ചാടിയും വീടും കിടന്നൊക്കെ പാത്രം കഴുകുന്ന ജാസ്മിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. തലയണ മന്ത്രം എന്ന ടാസ്ക് ആയിരുന്നു ഇന്നലെ കൊടുത്തിരുന്നത്. ആ ടാസ്കിലും ജാസ്മിനും അർജുനുമാണ് പെർഫോം ചെയ്തത്. 5ഓ 6ഓ തലവണയാണ് അവരുണ്ടാക്കിയിരുന്നത്. അത് മുഴുവൻ തീർന്ന് തുന്നുകയും അങ്ങനെ എല്ലാ പണിയും ജാസ്മിൻ ചെയ്തിരുന്നു. ടാസ്കിൽ പങ്കെടുക്കുമ്പോൾ ഒരു വേദനയും ഇല്ലാത്ത ജാസ്മിന് വീട്ടിലുള്ള ജോലി ചെയ്യുമ്പോൾ എപ്പോഴും എന്തെങ്കിലും അസുഖമാണ്. അങ്ങനെ 3 ദിവസത്തെ റെസ്റ്റിംഗ് കഴിഞ്ഞ് ഇന്ന് മുതൽ ജാസ്മിൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ചൂലും എടുത്ത് അടിക്കാൻ തുടങ്ങിയതേ അയ്യോ എനിക്ക് വയ്യേ എന്ന് പറഞ്ഞ് കുത്തിയിരിക്കുന്ന ജാസ്മിനെയാണ്. ഇന്നെന്താ നിങ്ങൾക്കൊന്നും എന്നോട് അത്ര സ്നേഹമില്ലാത്തെന്ന് ഋഷിയോടും അഭിഷേകിനോടും ജാസ്മിൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഒട്ടും വയ്യടാ, എനിക്ക് നടുവേദനയാടാ എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് അവിടെ ഇരുന്ന്. അപ്പൊ തന്നെ ഋഷിയും അഭിഷേകും നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒട്ടും വയ്യ, ഞങ്ങൾക്ക് നടുവേദനയാടി, കുഴപ്പമില്ല നീ ചെയ്തോ എന്ന് പറയുന്നുണ്ട്. അതിന്റെ കൂടെ അഭിഷേക് ഇങ്ങനെയും പറയുന്നുണ്ട്, കുഴപ്പമില്ല താമസിച്ച് എണ്ണീറ്റിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ടാണ് നിനക്ക് വയ്യാത്തത്, നാളെ തൊട്ട് നിന്നെ ഞാൻ വെളുപ്പിനെ വിളിക്കാം, വെളുപ്പിനെ എഴുന്നേറ്റ് ജോലി ചെയ്യുകയാണെങ്കിൽ ഒന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അടുത്തിരുന്ന് ഋഷി പറയുന്നുണ്ട്, ഇപ്പൊ നന്നായിട്ട് ജോലി ചെയ്യുകയായിരുന്നെങ്കിൽ കിടന്നുറങ്ങുമെങ്കിലും ചെയ്യായിരുന്നു, ഇനിയിപ്പൊ നാളെ ഉറക്കവും പോയി കിട്ടിയില്ലേ, സമാധാനമായില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ജാസ്മിൻ പറയുന്നു എന്നെ ഒന്നും വിളിക്കണ്ട എന്ന് പറയുന്നു. ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് ഞാൻ വെളുപ്പിനെ നേരത്തെ എഴുന്നേറ്റ് ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടാണ് കുളിച്ച് റെഡിയായി ഇരിക്കാറ് എന്ന് അഭിഷേക് പറയുന്നു. ബിഗ് ബോസ് ഹൗസില് മികച്ച കണ്ടസ്റ്റന്റുകളിൽ ഒരാളാണ് ജാസ്മിൻ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ അഭിഷേക് ആണെങ്കിലും ജിൻഡോ ആണെങ്കിലും അൻസിബ ആണെങ്കിലും ഋഷി ആണെങ്കിലും ഓരോ കണ്ടസ്റ്റൻസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ടാസ്കുകളും അവർക്ക് കൊടുക്കുന്ന ഹൗസിലെ വർക്കുകളും അവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ജാസ്മിൻ എന്ന ഏക കണ്ടസ്റ്റന്റ് മാത്രമാണ് ഡെയിലി ഡ്യൂട്ടീസ് ചെയ്യില്ല. പക്ഷെ ടാസ്ക് വരുമ്പോൾ ജാസ്മിൻ ആദ്യം നിൽക്കും. അതിനൊരു കാരണവുമുണ്ട്. നമ്മൾ എന്തൊക്കെ ആ വീട്ടില് നമ്മൾ ഡെയിലി വർക്ക്സ് ചെയ്തെന്ന് പറഞ്ഞാലും അതൊരുപാട് ബിഗ് ബോസ് കാണിക്കാൻ പോകുന്നില്ല. പക്ഷെ എന്നും മത്സരാർത്ഥികൾക്കായി കൊടുക്കുന്ന ടാസ്ക് ഉറപ്പായും കാണിക്കും. അതുകൊണ്ട് തന്നെ ജാസ്മിന് പണിയെടുക്കാൻ വയ്യ, പക്ഷെ ടാസ്ക് ചെയ്യാൻ വളരെ ഉത്സാഹമാണ്. എങ്ങനെ പോയാലും ക്യാമറ സ്പേസ് ജാസ്മിന് കിട്ടിയാൽ മതി. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.